സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഏത്തപ്പഴം വെച്ച് ഉണ്ടാക്കുന്ന ഡെസേർട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി എടുക്കുക. 2 പഴത്തിൻ്റെയും തൊലി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യുക. നടുക്കൂടെ ഒന്ന് കീറിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. പിന്നെ എല്ലാം പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി വെക്കുക. കടായി ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഘീ നല്ലോണം ചൂടാക്കി കഴിയുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലോട്ട് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലോട്ട് ഉണക്ക മുന്തിരിങ്ങ റേസിൻസ് ഇട്ട് കൊടുക്കാം. മുന്തിരി ഇപ്പം നമുക്ക് ഇന്ന് കാണാം. റേസിൻസ് നല്ല ബബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് ചൂടാക്കുക. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ നല്ലവണ്ണം വഴറ്റുക. ഇപ്പം നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഏത്തപ്പഴം നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. കാണുന്ന കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൂടെ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തൂടെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നട്ടും റേസിൻസും തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ സ്നാക്ക് ആയിട്ട് കൊടുക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.